ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. എപ്പോഴും എന്താണ് നാളെ ഉണ്ടാക്കുക എന്നുള്ളൊരു ഡൗട്ടിലായിരിക്കില്ല. അപ്പോൾ പത്തിരിപ്പൊടി വീട്ടിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ കൂടുതൽ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തീരെ സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ നല്ല ടേസ്റ്റിൽ എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരി റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പത്തിരി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, അതാണ്. അതായത് നമ്മൾ സാധാരണ പച്ചരി കുതിർത്തിട്ട് പൊടിച്ചെടുത്തിട്ട് വറുത്തെടുത്തതാവാം, അല്ലെങ്കിൽ പച്ചരി കഴുകി ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള നമ്മൾ സാധാരണ നൈസ് പത്തിരിക്ക് ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടി. ആദ്യം പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അതായത് നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ എടുക്കണം. ജസ്റ്റ് ചൂടായിട്ടുള്ള വെള്ളം കൊണ്ട് വെറുതെ കുഴച്ചെടുക്കുകയാണെങ്കിൽ പത്തിരി നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 2 കപ്പ് വേണം. അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത്, അരക്കപ്പ് വേണ്ടി വരില്ല, ഒരു 1/4 കപ്പും കുറച്ചുകൂടെ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. നമ്മൾ മുൻപ് ഒരു നെയ്പത്തിരിക്കൊക്കെ വേണ്ടി കുഴച്ചെടുത്ത പോലെ തന്നെ. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ചൂടിൽ തന്നെ പെട്ടെന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത് ഇത്തിരി പച്ചവെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ കുഴയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കുന്ന കല്ലിൽ വെച്ചിട്ടാട്ടും ആ ചൂടൊന്ന് പോകുന്ന വരെ നല്ലോണം ഒന്ന് കുത്തി കൊടുക്കുക. സ്റ്റീൽ ഗ്ലാസ് ആയാൽ മതിയാകും. ചൂട് പറ്റാത്തവർക്ക് എന്നിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്ന പോലെ കുഴച്ചെടുക്കണേ. ഇനി ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയിട്ട് പത്തിരി പോലെ ചുട്ടെടുക്കാം. അപ്പോൾ കയ്യിൽ വേണമെങ്കിൽ ഇത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് കുറച്ച് വലിയ ബോളായിട്ട് തന്നെ എടുക്കുക. സാധാരണ നൈസ് പത്തിരിക്ക് എടുക്കുന്നത്ര ചെറുതായിട്ടല്ല എടുക്കുന്നത്, കുറച്ച് വലിയൊരു പത്തിരിയായിട്ട്, കുറച്ചൊരു കട്ടിയിൽ ഒരു കട്ടിപ്പത്തിരി പോലെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കയ്യിലിട്ടിട്ടൊന്ന് ബോളാക്കി എടുക്കുക. ഈ ഒരു പത്തിരി പിന്നെ നമ്മൾ ഒന്ന് പരത്തി ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് അടുത്തത് പരത്തിയെടുത്താൽ മതി കേട്ടോ. സാധാരണ നൈസ് പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ എല്ലാം കൂടെ ഒന്നിച്ച് പരത്തി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ മാവ് ഒന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പിന്നെ പരത്താൻ ബുദ്ധിമുട്ടാവും. ഇനി ഇത് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതില്ലാത്തവർക്ക് വേണമെങ്കിൽ നമുക്ക് പലകയിൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് പരത്തേണ്ടി വരും പലകയിലാകുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ എളുപ്പത്തിലുള്ള പത്തിരിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി. കാരണം കുറച്ചൊരു കട്ടി ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ചൊരു കട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു പത്തിരി തന്നെയാണിത്. ഇതുപോലെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ നൈസ് പത്തിരിക്കൊക്കെ ചെയ്യുന്ന പോലെ പൊടി തട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പത്തിരിക്ക്. ഇതിങ്ങനെ തന്നെ ഡയറക്റ്റ് നേരിട്ട് അങ്ങ് കല്ലിലേക്ക് ഇട്ട് ചുട്ടെടുത്താൽ മാത്രം മതി. കണ്ടോ, ഒട്ടി പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പാൻ എപ്പോഴും നല്ല ചൂടുള്ള സമയത്ത് വേണം നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കാൻ, എന്നാലാണ് കറക്റ്റ് ഒരു പൊങ്ങി കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പത്തിരി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ആദ്യം പത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ സൈഡിലൂടെ ചെറുതായിട്ട് ഒരു ആവി പുക ഇങ്ങനെ പോകുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഇത്തിരി സമയം വെയിറ്റ് ചെയ്യണം, കാരണം കുറച്ചൊരു കട്ടിയുള്ള പത്തിരി അല്ലേ. ഈ സമയത്ത് ഒരു ഇത്തിരി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓയിലും നെയ്യും ഇല്ലാതെ പ്ലെയിനായിട്ട് ചുട്ടെടുക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ ഒരു ഇത്തിരി ആക്കി കൊടുത്താൽ മതി. കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ നെയ്യ് ആക്കുകയാണെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ വെറുതെ ചുരുട്ടി കഴിക്കാൻ തന്നെ നല്ലതായിരിക്കും. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ബബിൾസ് ഒക്കെ വരുന്ന സമയത്ത് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ കുറച്ച് സമയം വെക്കുമ്പോഴേക്കും നല്ല ഉഷാറായിട്ട് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. നമ്മൾ പരത്തിയിട്ടുള്ളത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരേ കനത്തിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പം ഈ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി നെയ്യോ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിൽ ആക്കി കൊടുക്കുക. പൊങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തിരിച്ചിടണമെന്ന് ആവശ്യമില്ല. ഇനിയിപ്പോൾ പത്തിരി നമ്മൾ ചായയുടെ കൂടെ വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പിച്ച് കഴിക്കാൻ കുറച്ചൊരു മുരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നിർബന്ധമല്ല കേട്ടോ, ഓൾറെഡി വെന്തിട്ടുണ്ടാവും, നന്നായിട്ട് പൊങ്ങി വന്നതല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പത്തിരി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പൊടി വാട്ടി കുഴച്ചുണ്ടാക്കുന്ന നൈസ് പത്തിരിയുടെ ടേസ്റ്റ് അല്ല, പക്ഷെ നല്ല ടേസ്റ്റ് തന്നെയാണ് താനോട്ട്. ചൂടോടുകൂടെ കഴിക്കാൻ സൂപ്പറാണ്. 2 കപ്പ് പൊടി അളവിൽ നമുക്കൊരു 10-11 പത്തിരി ഇതുപോലത്തെ ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ചൂടോടുകൂടെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചുരുട്ടിയിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. പിന്നെ ഞാനിപ്പോൾ ഇതിവിടെ മീൻകറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ല മുളകിട്ട മീൻകറിയും ഈ ഒരു പത്തിരി നല്ല കോമ്പിനേഷൻ ആട്ടോ. കൂടുതൽ ആളുകൾക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു തന്നെയായിരിക്കും ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ചെയ്ത് നോക്കുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്